Hi everyone, welcome back to my classroom. Today we are going to discuss about important methods or tools of financial analysis. Financial analysisന് നമ്മൾ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസ് ഏതൊക്കെയാണ്, മെത്തേഡ്സ് ഏതൊക്കെയാണ് നോക്കാം. First one, comparative financial statement. Comparative financial statement are the statement that present a company's financial performance for two or more consecutive periods in side-by-side columns. It compares the financial data for 2 or more years. In financial statement, the figures are shown in the following values. In absolute figure, increase or decrease in absolute figure by way of percentage, increase or decrease in terms of percentage. ഓക്കെ, അപ്പോൾ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ അനാലിസിൻ്റെ ടൈപ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2, 3, 4, 5 വർഷത്തെ ഡാറ്റ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2, 3 വർഷത്തെ ഡാറ്റ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, തന്ന ഇൻഫർമേഷൻസ് എഴുതാനായിട്ട് ഇപ്പോൾ 2 വർഷത്തെ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 2 എമൗണ്ടുകളോളം പ്രൊവൈഡ് ചെയ്യണം. അതിൽ നമുക്ക് എമൗണ്ടുകൾ എഴുതണം. അബ്സല്യൂട്ട് ഫിഗറിൽ എഴുതുക പറഞ്ഞാൽ എമൗണ്ട് റുപ്പീസിൽ എഴുതുകയാണെന്ന് അർത്ഥം. 2 ഇയറിലെ ഡാറ്റ നമ്മൾ എഴുതി വെച്ചിട്ട് അടുത്ത കോളം നമ്മൾ അതിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എഴുതുക. അതായത് കൂടുകയാണോ കുറയാണോ, ഈ ഒരു വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കറണ്ട് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുകയാണോ കുറയാണോ ചെയ്തിട്ടുള്ളതെന്നാണ് എഴുതേണ്ടത്. അതേ എമൗണ്ട് അത് എത്ര പെർസെൻറ്റേജോളം കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജോളം കുറഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കണം. അപ്പോൾ അബ്സല്യൂട്ട് ഫിഗറിൽ കാണിക്കുക, പിന്നെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ കാണിക്കുക, അതിനുശേഷം അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് കാണിക്കുക, എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് അതിൻ്റെ അത് കൂടുകയാണോ കുറയാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണിക്കുക. പെർസെൻറ്റേജ് കൂടുകയാണോ കുറയാണോ ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കുക. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റും ഉണ്ട്, അതേപോലെ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. ഇനി കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിസ്പ്ലേ എൻട്രീസ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് കോമൺ ബേസ് ഫിഗേഴ്സ് റാദർ ദാൻ അബ്സല്യൂട്ട് ന്യൂമറിക്കൽ ഫിഗേഴ്സ്. ഹിയർ ഐറ്റംസ് ആർ കൺവേർട്ടഡ് ഇൻ ടു പെർസെൻറ്റേജ് ടേക്കിംഗ് സം കോമൺ ബേസ്. അതായത് കോമൺ ബേസ് എടുത്തിട്ടാണ് നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് സെയിൽസാണ് ബേസ് ആയിട്ട് എടുക്കുക. സെയിൽസ് ആയിട്ട് എല്ലാ ഐറ്റംസും കമ്പയർ ചെയ്യണം, എന്നിട്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക ചെയ്യുക കേട്ടോ. ഒരു കോമൺ ബേസ് ഉണ്ടായിരിക്കും ഇതിന്. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആൻഡ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. കോമൺ സൈസ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാം, ഇൻകം സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റിലാണെങ്കിൽ ടോട്ടലാണ് ബേസ് എടുക്കുക, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ സെയിൽസ് ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. ഇനി മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് ട്രെൻഡ് അനാലിസിസ് ആണ് കേട്ടോ. ട്രെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇറ്റ് പ്രൊവൈഡ് എ മീൻസ് ടു അനലൈസ് കമ്പനീസ് ഡാറ്റ ഓവർ എ പീരീഡ് ഓഫ് ടൈം by focusing on change in specific line items within the income statement and balance sheet. Changes are typically measured in percentage. In short, comparing the past data over a period of time with a base year is called trend analysis. ട്രെൻഡ് അനാലിസിസിൽ നമുക്കറിയാം, ബേസ് ഇയർ ആയിട്ടുള്ള ഒരു 1-2 ഐറ്റംസ് എടുത്ത് കുറേ വർഷത്തെ ആ സെയിം ഐറ്റമായിട്ട് കമ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ സെയിൽസിൻ്റെ ട്രെൻഡ് നമുക്കറിയണം. 4 വർഷത്തെ സെയിൽസ് എടുത്തിട്ട് നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുകയാണ്. ഈ വർഷം ഇപ്പോൾ 2020 സെയിൽസ് നമ്മൾ 19, 18, 17 കമ്പയർ ചെയ്തിട്ട് ട്രെൻഡ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം, അപ്പോൾ ആദ്യം 60% ആയിരുന്നു, അത് 80% ആയി, അത് നെക്സ്റ്റ് 89 എത്തി, ദെൻ 90 ആയി. അപ്പോൾ ആ ട്രെൻഡ് കാണുമ്പോൾ നമുക്കറിയാം പ്രോഫിറ്റബിലിറ്റി അങ്ങനെ സെയിൽസിൻ്റെ ടേൺ ഓവർ കൂടിക്കൂടി വരികയാണ് എന്നുള്ളത് അല്ലേ. അങ്ങനെ നമ്മൾ ഒരു കോമൺ ബേസിൽ ഡാറ്റ നമ്മൾ എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, സ്പെസിഫിക് ആയിട്ടുള്ള ചില ഐറ്റംസ് എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ട്രെൻഡ് അനാലിസിസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി റേഷ്യോ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് റേഷ്യോ അനാലിസിസ്. ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു കണ്ടൻറ്റ് വരുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. അപ്പോൾ റേഷ്യോ അനാലിസിസ് എന്നുള്ള ഒരു ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് വരുന്നത്. ക്ലിയർ അല്ലേ? റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജോ പ്രപ്പോർഷനൊക്കെ കണ്ടുപിടിക്കുക. Ratio is a mathematical number calculated as a reference to relationship of 2 or more numbers and can be expressed as a fraction, proportion, percentage and a number of times. ഇത്ര തവണ ടേൺ ഓവർ റേഷ്യോ ഒക്കെ അങ്ങനെയാണ് കാണുക. പെർസെൻറ്റേജ്, ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനം പെർസെൻറ്റേജ് ആയിട്ട് കാണും. പ്രപ്പോർഷൻ, ഫ്രാക്ഷൻ 1/3, 1/4, 3/4 എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്കത് ഈസ്റ്റ് വെച്ച് 1:2, 2:3 എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റംസ് എടുത്ത് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് റേഷ്യോ കണ്ടുപിടിക്കുക.
ഓക്കെ, ഇനി റേഷ്യോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഫണ്ട് ഫ്ലോ അനാലിസിസ്. റേഷ്യോ എന്ന് എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഫണ്ട് ഫ്ലോ എന്ന് എസ് എ വരാറുണ്ട്, ക്യാഷ് ഫ്ലോ എന്നും എസ് എ വരാറുണ്ട്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ ഫണ്ട് ഫ്ലോ അനാലിസിസിലൂടെ ചെയ്യുന്നത്. ഫണ്ട് സിംപ്ലി മീൻസ് സം ഓഫ് മണി വിച്ച് ഈസ് യൂസ്ഡ് ടു മീറ്റ് ഫേംസ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആൻഡ് അക്വയർ അസറ്റ്സ് ഓഫ് ദി ബിസിനസ്. ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫണ്ടും ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യും, ബിസിനസ്സിൻ്റെ അസറ്റ് അക്വയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫണ്ടും, ഇതിനൊക്കെയാണ് നമ്മൾ ഫണ്ട് എന്നുള്ള വേർഡ് മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഫണ്ടിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ പ്രിപ്പയർ ചെയ്യുന്ന അനാലിസിസിനെയാണ് ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഫണ്ട് ഇൻഫ്ലോ ഓഫ് ഫണ്ട്, ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്, അതായത് സോഴ്സ് ഓഫ് ഫണ്ട് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ് കണ്ടുപിടിക്കുന്നത്. സോഴ്സ് ഓഫ് ഫണ്ട് പറഞ്ഞാൽ ഇൻഫ്ലോ ഓഫ് ഫണ്ട്, ഫേമിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഫണ്ട്. ആപ്ലിക്കേഷൻ ഓർ യൂസസ് ഓഫ് ഫണ്ട് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന ഫണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും അപ്പോൾ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ കാണിക്കുക? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഫേമിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ക്യാഷിലെ ഫണ്ട് എത്രയാണ്, അതേപോലെ ഫേമിൻ്റെ പുറത്തേക്ക് പോകുന്ന ഫണ്ട് എത്രയാണെന്നുള്ളത് നമ്മളവിടെ അനലൈസ് ചെയ്യുന്നത്. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം, അക്കോർഡിംഗ് ടു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 അല്ലേ, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 പറയുന്നുണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ. അതിനെക്കുറിച്ച് നമ്മൾ റീസെൻറ്റ് ട്രെൻഡ്സിൽ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 3 ആക്ടിവിറ്റിയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ഫൈനാൻസിങ് ആക്ടിവിറ്റി. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം ഓൺ ക്യാഷ് ബേസിസ്. ക്യാഷ് ബേസിസിൽ ഫിനാൻഷ്യൽ പൊസിഷനിൽ വരുന്ന മാറ്റം അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്, അനലൈസ് ചെയ്യുന്നതിനെ. ഓക്കെ, ഇറ്റ് റിവീൽ ദ നെറ്റ് എഫക്റ്റ് ഓഫ് ഓൾ ദി ബിസിനസ് ട്രാൻസാക്ഷൻസ് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ബിസിനസ് ട്രാൻസാക്ഷൻസ്, അതായത് എത്ര ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ, ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കില്ലേ, അങ്ങനെ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ നെറ്റ് എഫക്റ്റ് എത്രയാണെന്നുള്ള വെളിപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഓക്കെ, ആൻഡ് ഓൾസോ എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ ബിറ്റ്വീൻ 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ്. 2 ബാലൻസ് ഷീറ്റ് ഡേറ്റിൻ്റെ ഇടയിലുള്ള ക്യാഷിൻ്റെ പൊസിഷൻ എന്താണ്, എത്രത്തോളം മാറ്റമാണ് ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്, ആ ചേഞ്ചസിന് റീസൺ എന്തൊക്കെയാണ്, ഇതൊക്കെ ക്യാഷ് ഫ്ലോ അനലൈസിലൂടെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെ ടൂൾസിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ഒന്ന്, കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതിലേതൊക്കെയാണ് വരിക? കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റും കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ നമ്മൾ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, അതിലേതൊക്കെയാണ് വരിക? കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. ദെൻ ട്രെൻഡ് അനാലിസിസിലൂടെ നമ്മൾ ട്രെൻഡ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കും. റേഷ്യോ അനാലിസിസിലൂടെ ഡിഫറെൻറ്റ് റേഷ്യോസ് കണ്ടുപിടിക്കും, അത് ഫ്രാക്ഷനായിട്ടോ പ്രൊപ്പോർഷനായിട്ടോ ഒക്കെ ആയിരിക്കാം. ദെൻ ഫണ്ട് ഫ്ലോ അനാലിസിസിലൂടെ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് സോഴ്സും ആപ്ലിക്കേഷനും കണ്ടുപിടിക്കും. ക്യാഷ് ഫ്ലോ അനാലിസിസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നെറ്റ് ക്യാഷിൻ്റെ ഇൻഫ്ലോ എത്രയാണ്, നെറ്റ് ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ എത്രയാണ് കണ്ടുപിടിക്കാൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യും. അതിൽ 3 ആക്ടിവിറ്റിയാണ് വരിക: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓർ ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഓക്കെ, താങ്ക് യു.